രക്ഷിതാക്കൾ കൂടുതലൊന്നും സംസാരിക്കാനില്ല, ഒരുപാട് സമയം വൈകി. ഇന്നൊരു കാര്യം പറയാം. PT എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കൂടി ഇന്ന് വിളിച്ചിട്ടുണ്ട്. ഇന്ന് വിളിക്കാൻ ഇന്നലെ വിളിച്ചായിരുന്നു PT എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇന്നലെ വർത്തമാനമായതുകൊണ്ട് മാറ്റി വെച്ചാണ് ഇന്നത്തെ. അതിപ്പോൾ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ക്ലാസ് PT ഇരിക്കേണ്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആലോചിച്ച് പിരിയേണ്ടതായിട്ടുണ്ട്. രണ്ട് പ്രധാന കാര്യമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ യോഗം. അത് നിങ്ങളെ അറിയിക്കാം. അതിൽ അറിയിക്കുന്ന പ്രയാസമില്ല. ഒന്ന്, കഴിഞ്ഞ ജനറൽ ബോഡി യോഗം എടുത്ത തീരുമാനമാണ് വെൽഫെയർ കമ്മിറ്റി രൂപീകരണം. അത് ഈ ഒക്ടോബർ മാസം ആദ്യം വെൽഫെയർ കമ്മിറ്റി രൂപീകരിക്കും. സ്കൂളിലൊരു ബസ് വാങ്ങണം എന്നുള്ളതാണ് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ വന്ന ചർച്ച. കുറേ കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു പുതിയ ബസ് വാങ്ങണം. ഏതായാലും ഈ വർഷം അത് യാഥാർത്ഥ്യമാവാൻ പോകുന്ന ഒരു 3-4 മാസത്തിനുള്ളിൽ പുതിയ ബസ് സ്കൂളിലേക്ക് വാങ്ങാൻ കഴിയും. അതിൻ്റെ ഒരു 75% നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ബാക്കി 20% നിങ്ങളാണ്, ഈ ഇരിക്കുന്ന നിങ്ങളാണ് ഉറപ്പ് തരുന്നത്, ഓരോ ക്ലാസ്സിലെയും രക്ഷിതാക്കൾ. അതിനു വേണ്ടിയിട്ടാണ് PT എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുന്നത്. വെൽഫെയർ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ വെൽഫെയർ കമ്മിറ്റി രൂപീകരണത്തിൽ പറയുമ്പോൾ തന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഒരാൾ ചിരിക്കുന്നത് നിങ്ങളാണെന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ചില്ലറ തന്നെയാണ്. അത് എങ്ങനെ വാങ്ങണം, രക്ഷിതാക്കളോട് എത്ര രൂപ വാങ്ങണം, നാട്ടുകാരോട് എത്ര രൂപ വാങ്ങണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിക്കാനാണ് വെൽഫെയർ കമ്മിറ്റി. അപ്പോൾ അത് പഠിച്ചു കൊണ്ടുകൊണ്ട് വലിയ തുകയൊന്നും ആരും കൊടുക്കേണ്ട. എന്നാൽ വീട്ടിൽ പൂത്ത പണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചെലവഴിക്കുന്ന തുകയാണെങ്കിൽ എത്ര തുക തന്നാലും വെൽഫെയർ കമ്മിറ്റി സ്വീകരിക്കും. എത്ര പൈസ തന്നാലും വെൽഫെയർ കമ്മിറ്റി സ്വീകരിക്കും. ഒരു വെൽഫെയർ അക്കൗണ്ട് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അക്കൗണ്ട് എല്ലാം ടീച്ചർക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്ന ആളാണ്. നിങ്ങളിങ്ങനെ മൊബൈലിൽ ഇതിൽ പകർത്തിക്കൊണ്ടേയിരിക്കുന്നത്. വേറെ എത്രയാണ് വന്നു, എത്രയാണ് നമുക്ക് പണം തരാൻ വാഗ്ദാനം ചെയ്യുന്നതെന്നൊക്കെ റെക്കോർഡ് ചെയ്യാൻ നാളെ മാസം റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ 10,75,000 രൂപ ബസ്സിന് വേണം. 10,75,000 രൂപ ബസ്സിന് വേണം. PTA കമ്മിറ്റിയിൽ ബാക്കിയുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും. നാളെ മാസം പറയുമ്പോൾ 25,000 ചോടെ പൈസ മാത്രമേ PTA കമ്മിറ്റിയിലുള്ളൂ. അത്യാവശ്യ ചെലവിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 25,000 രൂപ എടുക്കാനുണ്ട്. അപ്പോൾ 10,75,000 രൂപ വേണം. 10,75,000 രൂപയും 8ാം ക്ലാസ്സിലെ അമ്മമാരും അച്ഛന്മാരും തരണം. പകരം നമുക്ക് MLA കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു വെളിപ്പെടുത്തില്ല അത്ര, കാരണം അന്നിങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു നല്ല തുക MLA ശ്രീ ജെയിംസ് മാത്യുവിൻ്റെ ഫണ്ടിൽ നിന്ന് തരാമെന്ന് നേരിട്ടുള്ളൂ. ബാക്കി തുകയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കേണ്ട തുക ഏകദേശം 4 ലക്ഷം. ഇപ്പോൾ എത്രയാണ് തരാമെന്ന് പറഞ്ഞാൽ പുതിയായിട്ട് 4-4.5 ലക്ഷത്തോളം രൂപ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വെൽഫെയർ കമ്മിറ്റി യോഗത്തിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കണം എന്നാണ് പറയുന്നത്. വെൽഫെയർ കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കൂടി വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുഴുവൻ ആളുകൾ അതിൻ്റെ പ്രചാരകരായി മാറി അന്നത്തെ ദിവസം ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് പ്രോഗ്രാം വെക്കാം. അതിൻ്റെ ഒരു ബസ് 4 ദിവസത്തിനുള്ളിൽ, ഒരു 4 മാസത്തിനുള്ളിൽ തന്നെ ബസ് യാഥാർത്ഥ്യമാക്കും. അതോടൊപ്പം കുട്ടികളെ സമഗ്ര പഠന വികസനത്തിന് വേണ്ടിയാണ് വെൽഫെയർ കമ്മിറ്റി. കേവലം ബസ് വാങ്ങുന്നില്ല, ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. അത്തരം കാര്യങ്ങൾ IT മേഖല ഒരുപാട് കാര്യം ചെയ്യാറുണ്ട്. പിന്നെ ടീച്ചേഴ്സിനെ സഹായിക്കേണ്ട ഒരുപാട് കാര്യം ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് നല്ല ക്ലാസ് റൂം വേണം. എല്ലാ സൗകര്യവും ഒരു പുറത്ത് നിർത്തി കൊടുക്കണം തന്നെയാണ് PT കമ്മിറ്റി ധാരണ എത്തിയിട്ടുള്ളത്. ഞാൻ സജീവമായിട്ടുള്ള നിങ്ങളിൽ നിന്ന് ഉണ്ടാകും. 8ാം ക്ലാസ്സിലെ ഈ ക്ലാസ് PT സജീവമാക്കണം. കേവലം നാമമാത്രമായ ഒരു PT ആയി പോകരുത്. പേരിന് വന്ന് ഒപ്പിട്ട് പോകുന്നവരായത് നല്ല ചർച്ച ഇടപെടൽ നിങ്ങളുടെ പക്കത്തുണ്ട്. കഴിഞ്ഞ വർഷം 3 കുട്ടികളാണ് SSLC പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൂടാ, അവർക്ക് യോഗ്യത കിട്ടാണ്ട് പോയത്. അതിൽ 2 കുട്ടികൾ സേ പരീക്ഷ എഴുതിയപ്പോൾ പാസ്സായ ഒരു കുട്ടിയാണ് പരീക്ഷ എഴുതാൻ വരാതുകൊണ്ട് ആ കുട്ടി മൂലക്കായി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എല്ലാ ടീച്ചർ